ഹലോ അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ എനിക്കിവിടെ റാഹത്താണ്. എംബ്രോയ്ഡറി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ. ഞാൻ ബീഡ്സ് വർക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിതാ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഫസ്റ്റത്തെ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബീഡ്സ് പരിചയപ്പെടാം. നമ്മൾ ആദ്യം കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത്. ഇതാദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് 2-3 കളറിലുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്, ട്യൂബ് ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ ബീഡ്, അങ്ങനത്തെ കുറച്ച് ബീഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബീഡ്സ് വർക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇതുവരെ എംബ്രോയ്ഡറി ക്ലാസ് ആണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ത്രെഡ് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ചെയ്ത് തരുന്നത്. ഇത് നമുക്ക് നോർമൽ ത്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ നോർമൽ നീഡിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ നീഡിൽ അതിൻ്റെ നൂലിടുന്ന ആ ഭാഗം ചെറുതായിട്ടുള്ളത് വേണം. നമ്മളെ ഷുഗർ ബീഡൊക്കെ സൂചിയുടെ ഉള്ളിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തിന്നായിട്ടുള്ള ഭാഗം വേണം കേട്ടോ നൂലിടുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളത്. ബീഡ് വർക്കിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ റണ്ണിങ് സ്റ്റിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഭാഗം ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബീഡ് കൊണ്ട് എങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ 1 മുതൽ റണ്ണിങ് സ്റ്റിച്ച് മുതൽ നമ്മൾ 40ഓളം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഞാൻ 3 ഇഴ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം ബീഡ് കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിങ്ങനെ ഫസ്റ്റ് കാണിക്കുന്നത്. അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ വീഡിയോ കാണുക, ബാക്കിയുള്ള കുറേ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്താണെന്ന് അവർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെറുതായിട്ട് കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് ബീഡ് കൊണ്ട് എങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഡ് ഫ്രെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പോകുന്നില്ല, അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. നമ്മൾ സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു ബീഡ് എടുക്കുക, എന്നിട്ട് അതിൽ അവിടെ തന്നെ കുത്തി ഇറക്കുക. എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യൂലേ, ഓരോ സ്റ്റിച്ചുകളും അതുപോലെ അതിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ഒരേപോലെ ആയിരിക്കും എന്നല്ലേ പറഞ്ഞ്, അതുപോലെ നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ ബീഡായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ചിലപ്പോൾ ബീഡ്സ് വർക്ക് നമ്മൾ ഡ്രസ്സിൽ ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റിച്ചൊന്നും ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് എങ്ങനെയാണ് നമ്മൾ ബീഡ് വർക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതിന് ഉള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത വീഡിയോയിലായിട്ട് എങ്ങനെയാണ് ഡ്രസ്സിലൊക്കെ ഓരോ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, ഫുള്ളായിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാഷൻ ഡിസൈനും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മളിതാ ബീഡ് കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് 2-3 ബീഡൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് എംബ്രോയ്ഡറി ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളത്. 3.5 ത്രെഡ് വെച്ചിട്ടാണ് ഇതും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കട്ട് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം 2 കട്ട് ബീഡ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കട്ട് ബീഡ് എവിടെയാണ് അവസാനിക്കുന്നത് ആ ഭാഗത്തൊന്ന് കുത്തി ഇറക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വരും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അത്ര അകലം എടുത്തിട്ട് അങ്ങനെയും നമുക്ക് 2 കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ 3 കട്ട് ബീഡും 4 കട്ട് ബീഡും ഒക്കെ ആയിട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കട്ട് ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് എങ്ങനെയാണ് തുടർച്ചയായിട്ട് ഗ്യാപ്പ് ഇല്ലാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഈ കട്ട് ബീഡ് വെച്ചിട്ട്. അപ്പോൾ അതിനാദ്യം സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം 2-3 കട്ട് ബീഡ് 3 കട്ട് ബീഡ് നമ്മൾ സൂചിയിൽ കോർത്തിട്ട് നമ്മൾ കറക്റ്റ് ആ കട്ട് ബീഡ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഭാഗത്ത് നമ്മൾ കുത്തി ഇറക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൽ ഒരു ബീഡ് അവസാനത്തെ ഒരു ബീഡിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുത്തിയെടുത്തിട്ട് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ വലിച്ചെടുത്തിട്ട് അതിൽ ഇനി 2-3 കട്ട് ബീഡ് ഇട്ടിട്ട് നമുക്കൊന്ന് കുത്തി ഇറക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ളതിൽ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ആ ഒരു കട്ട് ബീഡിൻ്റെ അവസാനത്തെ ആ ഒരു കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ബീഡ് കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഡിസൈനും വരയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവിടെ ഗ്യാപ്പ് ഇങ്ങനെ വരില്ല, ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ഫില്ലായിട്ട് ആകാരം ഉണ്ടായിരിക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ 2, 3, 4, 5, 6 ഒക്കെ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. 5, 6 കട്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 3 കട്ട് ബീഡോ അല്ലെങ്കിൽ 2 കട്ട് ബീഡിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് 2 കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ നീഡിൽ വലിച്ചെടുത്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കട്ട് ബീഡ് കൊണ്ട് ഡിസൈൻ ചെയ്യുക. അപ്പോൾ കണ്ടോ, സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നും അതുപോലെ ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എംബ്രോയ്ഡറിയിൽ 1 മുതൽ 40 വരെയുള്ള സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോ ക്ലാസ്സും നമ്മൾ നല്ല വ്യക്തമാക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളാണ് കേട്ടോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഓരോ സ്റ്റിച്ചും ആദ്യം സ്റ്റിച്ച് ബോർഡിൽ എങ്ങനെയാണ് ചെയ്ത് കാണിക്കും, അതിനുശേഷം നമ്മൾ മോട്ടീഫിൽ ഒരു പിക്ചർ വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്ത് കാണിക്കാമെന്നും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ബാക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ട് പിന്നെ ആ സ്റ്റിച്ചിൻ്റെ ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച്. ഇനി ഇതുപോലെ ഈ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിനെക്കാട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്യാപ്പില്ലാതെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അത് ആ ത്രെഡ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒരു ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നും അതിനുശേഷം 2, 3 ബീഡ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യണമൊക്കെ കാണിക്കാം. ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത് നമ്മളെ മിഷീൻ സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ മിഷീനിൽ സ്റ്റിച്ച് ചെയ്യൂല, അത് ബാക്ക് സ്റ്റിച്ച് ആയിട്ടാണ് കേട്ടോ വരിക. അത്രയും നല്ല ഉറപ്പുള്ള സ്റ്റിച്ചാണ് ഈ ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അതിൽ നമ്മൾ ബീഡ്സ് കൊണ്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഉറപ്പുള്ള സ്റ്റിച്ചായിരിക്കും. റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും കേട്ടോ സ്റ്റിച്ച് ഉണ്ടാവുക. ബാക്ക് സ്റ്റിച്ച് അങ്ങനെയല്ല, ഗ്യാപ്പ് ഇല്ലാതെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബീഡ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വരും. പക്ഷേ 2, 3 ബീഡൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗ്യാപ്പില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ആരി വർക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ബീഡ്സ് വർക്കൊന്നും വല്ലാതെ ചെയ്യൂല കേട്ടോ. നമ്മളെല്ലാവരും ആരി വർക്ക് തന്നെ ആയിരിക്കും ചെയ്യുക. കാരണം കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരി വർക്ക് പറ്റും. പക്ഷേ ആരി വർക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ സേഫ്റ്റി ഉള്ളത് നമ്മളെ ബീഡ് വർക്ക് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് അഴിഞ്ഞു പോരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആരി വർക്കൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിലൊക്കെ നമ്മൾ ചെയ്ത് കാണലുണ്ടല്ലോ ആരി വർക്കൊക്കെ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ ആ അരി വർക്കൊക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഒരു ത്രെഡ് വലിച്ചാൽ ഫുള്ളായിട്ട് പോരുന്ന രീതിയിലായിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ പിന്നെയും ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇതിങ്ങനെ ഒറ്റ ലൈനായിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ചെയ്തെടുക്കണോണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ബീഡ് വർക്ക് അങ്ങനെയല്ല, ബീഡ് വർക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ബീഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 ബീഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ബീഡ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അകലം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബീഡിൻ്റെ അകലം നമുക്കൊരു ബീഡ് വെച്ചിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത്ര അകലമായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ പ്രാക്ടീസിലൂടെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലപോലെ ചെയ്ത് പഠിയും. അപ്പോൾ അത് ആദ്യം ഞാൻ ഒരു ബീഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഞാൻ 2 ബീഡ് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 2 ട്യൂബ് ബീഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കാം കേട്ടോ.
ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ 2 ബീഡ് കൊണ്ട് നമ്മളിതാ ഒരു ബീഡ് വെച്ചിട്ടും 2 ബീഡ് വെച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 1 ബീഡ് 2 ബീഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ 3 4 ബീഡ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ 4 ബീഡ് വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടി നീഡിൽ കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് കോർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചതിന് ശേഷമാണ് കേട്ടോ ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അതിനായിട്ട് സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഒരു 6 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഷുഗർ ബീഡ് ഇങ്ങനെ നേരെ വെച്ചിട്ട് എവിടെയാണോ അത് അവസാനിക്കുന്നത് അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് കുത്തി ഇറക്കുക. ഇനി അടുത്ത സ്റ്റിച്ച് ഇങ്ങനെ അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എല്ലാവരും. സ്റ്റെം സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കളറ് ബീഡ് വെച്ചിട്ട് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു കളറ് ബീഡ് വെച്ചിട്ട് ചെയ്താൽ ഇതിക്കേറെ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ വേറൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. ഷുഗർ ബീഡ് തന്നെ 2 3 കളർ അല്ലെങ്കിൽ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് ഈ സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ബീഡ് വർക്ക് ചെയ്താൽ. ഇനി നമ്മൾ അടുത്തത് കൗച്ചിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ആദ്യം ഒന്ന് ത്രെഡ് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബീഡ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു നിശ്ചിത ഗ്യാപ്പ് അകലത്തിൽ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അതായത് ഒരു റണ്ണിങ് ചെയ്യണ പോലെ നമ്മളിങ്ങനെ ആദ്യം ചെയ്ത സ്റ്റിച്ചിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് 6.5 ത്രെഡ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് 3.5 ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റ് കളറുള്ള ത്രെഡാണ് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ത്രെഡിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബീഡിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് ഒരുപോലത്തെ കളർ ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ക്ലോത്തിൻ്റെ കളർ ചെയ്യാൻ കേട്ടോ നല്ലത്. ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ക്ലോത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതാണ് നന്നാവുക. അപ്പോൾ കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഫിനിഷിങ് ഉണ്ടാവും. നമുക്ക് ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം. ത്രെഡ് വെച്ചിട്ട് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഷുഗർ ബീഡ് തന്നെ എന്നിട്ട് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് നമ്മൾ ബീഡ് ഇട്ടിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു 2 3 ബീഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. 3 4 ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കെട്ടിട്ടിട്ട് അതൊന്ന് ഉറപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ലൈനിലൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ അതാ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് കാണിച്ചു തരാണ്. വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഞ്ച് നോട്ട് 2 3 നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ് വെച്ചിട്ട് എങ്ങനെ
ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ടൊരു ബീഡ് ഇട്ടിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ ബീഡിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ട് വരും. അങ്ങനെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് കോറൽ സ്റ്റിച്ചാണ് കേട്ടോ. അതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഒരു സ്റ്റിച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടുണ്ടാവും, അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ഉണ്ടാവുക. അപ്പോൾ ഒരു ബീഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടുണ്ടാവും, പിന്നെ ഒരു ബീഡ് ഇടുക, പിന്നെ ഒരു കെട്ട്, അങ്ങനത്തെ രീതിയിലാണ് കോറൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടെ എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ബീഡ് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, കൗച്ചിങ് സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, കോറൽ സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ലേസി സ്റ്റിച്ചും അതുപോലെ ചെയിൻ സ്റ്റിച്ചും ഒക്കെ പഠിക്കാണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്.